नमस्ते। हिंदी की पहली कक्षा में सबको हार्दिक स्वागत। നമ്മുടെ കോളേജിലെ ഹിന്ദിയുടെ ആദ്യത്തെ ദിവസമാണ്, ആദ്യത്തെ ക്ലാസ്സാണ്. ഇത്രയും നാൾ നമ്മൾ സ്കൂളിലായിരുന്നു, +2 വരെ നമ്മുടെ വിദ്യാഭ്യാസം. നമ്മൾ പുതിയൊരു തലത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്, കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇന്ന് ആദ്യത്തെ ദിവസമാണ്, ഹിന്ദി ക്ലാസ്സിൻ്റെ ആദ്യത്തെ ദിവസമാണ്. നിങ്ങൾക്ക് സിലബസ് ഞാനൊന്ന് പരിചയപ്പെടുത്താം, പേപ്പറിൻ്റെ പേരൊന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വർഷം മാത്രം, 2 സെമസ്റ്റർ മാത്രമാണ് നമുക്ക് BBAയ്ക്കും BCOMനും ഹിന്ദി ഉള്ളൂ. അത് ആദ്യത്തെ സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രോസ് ഫോംസ് ഇൻ ഹിന്ദി ലിറ്ററേച്ചർ എന്നുള്ളതാണ്. അതിന് ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ, ഗദ്യഗഗൻ എന്നാണ് പേര്. പ്രോസ് ഫോംസ് ഇൻ ഹിന്ദി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഹിന്ദി സാഹിത്യത്തിലെ ഗദ്യം, പലതരത്തിലുള്ള ഗദ്യം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതിൽ നമ്മൾ ഒരു 8 ചാപ്റ്ററാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് സെമസ്റ്ററാണ് നമുക്ക് പോയട്രി വരുന്നുണ്ട്. പോയട്രിയുടെ ഒപ്പം തന്നെ കറസ്പോണ്ടൻസ് ആൻഡ് ട്രാൻസ്ലേഷൻ എന്നും കൂടിയുണ്ട്. അതായത് ലെറ്റർ റൈറ്റിങ്ങും ട്രാൻസ്ലേഷനും കൂടി വരുന്നുണ്ട്. കുറച്ച് ടെക്നിക്കൽ വേർഡ്സും പഠിക്കാനുണ്ട്. പോയട്രിയുടെ പേര് കാവ്യസർഗം എന്നാണ്. അതുപോലെ തന്നെ കറസ്പോണ്ടൻസ് ആൻഡ് ട്രാൻസ്ലേഷൻ അനുവാദേവം പത്രവ്യവഹാർ എന്നുള്ളതാണ് അടുത്ത പുസ്തകം. ഇതിൽ ഒപ്പം തന്നെ ടെക്നിക്കൽ വേർഡ്സ്, അതായത് പാരിഭാഷിക ശബ്ദാവലി ഒരു 50 കൂടി പഠിക്കാനുണ്ട്. അതിനാണ് നമ്മുടെ സിലബസിനെ കുറിച്ചൊരു പരിചയപ്പെടുത്തൽ. അതിൽ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോസ് ഫോംസ് ഇൻ ഹിന്ദി ലിറ്ററേച്ചർ എന്നുള്ളതാണ് നമ്മുടെ പേപ്പറിൻ്റെ പേര്. അത് ബുക്കിൻ്റെ പേര് ഗദ്യഗഗൻ എന്നുള്ളതാണ്. നമുക്ക് ടെക്സ്റ്റ് നിർബന്ധമാണ്, ടെക്സ്റ്റ് എല്ലാവരും വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ, അതായത് അർത്ഥം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിലേക്ക് അത് എഴുതി വെച്ച് നിങ്ങൾക്ക് വായിക്കുമ്പോൾ എളുപ്പമായിരിക്കും. ടെക്സ്റ്റ് വായിക്കാതെ നമുക്ക് ഉത്തരം എഴുതാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുണ്ടായിട്ടുള്ളൂ. ഇത്രയും കാലം പഠിച്ചതുപോലെ ഡയറി എഴുതാനോ അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കാനോ ഇൻ്റർവ്യൂ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല. നമ്മൾ പഠിക്കുന്ന പാഠത്തിൽ എന്തൊക്കെയാണുള്ളത് അതിൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ അന്നന്ന് പഠിച്ച് പോകണം, വായിച്ച് പോകണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ ഗദ്യഗഗനിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതെന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ഒരു നിബന്ധമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. പറയാം, ഫസ്റ്റ് മൊഡ്യൂളിൽ ഗംഗാമയ്യ കാക കാലേൽക്കർ എഴുതിയ ഒരു നിബന്ധമാണത്. രണ്ടാമത്തേൽ വരുന്നത് ഋഷികേശ് മുഖർജിക്ക് സാത്ത് ധായി ദിൻ എന്നുള്ളതാണ്. മനോഹർ ശ്യാം ജോഷി എഴുതിയിട്ടുള്ള ഒരു സംസ്മരണമാണ്, ഓർമ്മക്കുറിപ്പാണ്. മൂന്നാമത്തത് ബിഗഡേൽ ബച്ചെ മനീഷ കുലശ്രേഷ്ഠ എഴുതിയൊരു കഥയാണ്, കഹാനിയാണ്. ഇതാണ് ആദ്യത്തെ ഈ 3 ചാപ്റ്ററാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് സ്ത്രീ ജോ മഹജ് ത്വജാഹെ, സുധീഷ് പച്ചോരി എഴുതിയിട്ടുള്ള ഒരു വ്യംഗ്യരചനയാണ്. അടുത്തത് 5ാമത്തെ റസിയ എന്നു പേരുള്ള ഒരു രേഖാചിത്രമാണ്, രാമവൃക്ഷ് ബേണിപുരിയുടെ രേഖാചിത്രം. മുന്നേ പഠിച്ചിട്ടുണ്ടാവും, മഹാദേവർമ്മയുടെ ഗൗരവകാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് ഡോമിൻ കാക്കി, ചിത്ര മുദ്ഗൽ എഴുതിയ ഒരു ചെറിയൊരു കഥയാണ്, ലഘു കഥയാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ 3 വരുന്നത് ചിറാപുഞ്ചി സേ ആയാഹും എന്ന് പറയുന്ന പ്രദീപ് പന്ത് എഴുതിയൊരു യാത്രാ വിവരണമാണ്, യാത്രാ വൃത്താന്താണ്. ലാസ്റ്റ് സബ്സെ ബഡാ ആദമി, ഭഗവതി ചരൺ ശർമ്മ എഴുതിയ സബ്സെ ബഡാ ആദമി എന്ന് പേരുള്ള ഒരു ഏകാംഗിയാണ്. അങ്ങനെ 8 ചാപ്റ്ററാണ് നമുക്കതിൽ പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു ചെറുകഥയുണ്ട്, ലഘു കഹാനിയുണ്ട്, ഡോമിൻ കാക്കി എന്ന് പേരായിട്ടുള്ളൊരു ചെറിയൊരു കഥയുണ്ട്. ചിത്ര മുദ്ഗൽ എഴുതിയ ഒരു ചെറുകഥയാണത്, ചിത്ര മുദ്ഗൽ. ഏറ്റവും ചെറിയൊരു കഥയാണ്. അപ്പോൾ നമ്മൾ
അതിൽ നമുക്ക് ലേഖിക ചിത്ര മുദ്ഗലാണ്. ചിത്ര മുദ്ഗലിനെ കുറിച്ച് നമുക്കൊന്ന് അറിയണം, ആരാണെന്നുള്ളത് അറിയണം. അതിന് ശേഷമാണ് ലേഖക് പരിചയം. ഇപ്പോൾ നമ്മൾ ലേഖികയാണ്, ചിത്ര മുദ്ഗലാണ്, അവരുടെ ഒരു രചനയാണത്. അത് നമുക്കൊന്ന് ലേഖക പരിചയം നോക്കാം. പേജ് നമ്പർ 85 നോക്കാം. चित्रा मुद्गल. चित्रा मुद्गल का जन्म 10 सितंबर 1944 को चेन्नई, तमिलनाडु में हुआ था. चित्रा मुद्गल ചെന്നൈയിലെ, തമിഴ്നാട്ടിലെ 1944 സെപ്റ്റംബർ 10 ജനിച്ചു. उनकी प्रारंभिक शिक्षा पैतृक गांव उत्तर प्रदेश के उन्नाव जिले में स्थित निहाली खेड़ा और उच्च शिक्षा मुंबई विश्वविद्यालय में हुई. അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ പൈതൃക ഗ്രാമമായിട്ടുള്ള ഉത്തർപ്രദേശിലെ ഉന്നാവ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നിഹാലി ഖേഡ എന്ന പേരുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം അവർ നേടിയത്. അവർ ഉच्च शिक्षा മുംബൈ വിശ്വവിദ്യാലയ में हुई. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഉയർന്ന വിദ്യാഭ്യാസം മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവർ നേടിയത്. ബക്കോൽ, ചിത്ര മുദ്ഗൽ, വിദ്രോह, संघर्ष और कायरता मनुष्य को ये सभी चीज़ें घर के वातावरण से ही मिलती हैं. ബക്കോൽ എന്ന് സംസാരപ്രിയയായിട്ടുള്ള ചിത്ര മുദ്ഗൽ വിദ്രോഹത്തിൻ്റേതായിട്ടുള്ള, അതായത് വിപ്ലവത്തിൻ്റെ, സംഘർഷത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, ഭീരുത്വത്തിൻ്റെ, എല്ലാത്തിൻ്റെയും കായരത, ഭീരുത്വം, ഈ സബി ചീസെ, ഈ കാര്യങ്ങൾ, മനുഷ്യനെ ഇവ കാര്യങ്ങളെല്ലാം ഗർക്കെ വാതാവരൺ ചെയ്യും, സ്വന്തം വീടിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ്, ആ സാഹചര്യങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് എന്നാണ് ചിത്ര മുദ്ഗൽ പറയുന്നത്. മുझे भी घर के माहौल ने विद्रोही बनाया. ഞാനും വീടിൻ്റെ അന്തരീക്ഷം, അല്ലെ വീടിൻ്റെ ആ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെയാണ്, ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ് വിദ്രോഹി ബനായ, വിപ്ലവകാരിയായിട്ട് മാറിയത്. സംयोग देखिए कि इसी विद्रोह ने चित्रा मुद्गल को रचना संसार की राह भी दिखाई. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സംഘർഷം അല്ലെങ്കിൽ വിപ്ലവം എന്ന് പറയുന്നതാണ് ചിത്ര മുദ്ഗലിനെ അവരുടെ സൃഷ്ടി, അതായത് രചനാലോകത്തേക്കുള്ള വഴി തുറന്ന് കാണിച്ചു കൊടുത്തത് ഈ ഒരു വിപ്ലവം തന്നെയായിരുന്നു, സംഘർഷം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. पहली कहानी स्त्री पुरुष संबंधों पर थी जो 1955 में प्रकाशित हुई. അവരുടെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിൽപ്പെട്ട, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. സ്ത്രീ പുരുഷൻ അങ്ങനെയുള്ള ആ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രചനയാണ്, കഥയാണ് ആദ്യത്തെ. ജോ 1955 അത് 1955 അത് പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നത്. चित्रा मुद्गल के लेखन में जहाँ एक और निरंतर रीति होती जा रही मानवीय संवेदनाओं का चित्रण होता है, वहीं दूसरी ओर नए ज़माने की रफ्तार में फंसी ज़िंदगी की मजबूरियों का चित्रण भी बड़े सलोखे से हुआ है. ചിത്ര മുദ്ഗലിൻ്റെ ലേഖനത്തിൽ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാനുഷികമായിട്ടുള്ള അനുഭവങ്ങൾ, അനുഭൂതികൾ, അതിൻ്റെ വർണ്ണനയാണ് കാണുക. ഒരു ഭാഗത്ത് അതാണെങ്കിൽ ദൂസരി ഓർ, മറുഭാഗത്ത് നയ ജമാനയ്ക്ക് റഫ്താർമേ, അതായത് പുതിയ ആ ഒരു കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള വേഗതയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളുടെ മസ്ബൂരിയും, അവരുടെ വിവശത, നിവൃത്തികേട്, അതിനെക്കുറിച്ചുള്ള വർണ്ണനയാണ് മറുഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ബഡേ സ്ഥലോ കേസെ ഹുവാഹെ, വളരെയധികം ആചാര മര്യാദകളോടുകൂടി അതിനെ ചിത്രീകരിക്കാനായിട്ട് ചിത്ര മുദ്ഗലിനെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് മനുഷ്യൻ്റെ അനുഭവങ്ങൾ, അനുഭൂതികളുടെ ചിത്രമാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ നിവൃത്തികേടാണ് മറുഭാഗത്ത് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. इनके पात्र समाज के निम्न वर्ग के होते हैं और उनकी ज़िंदगी के समूचे दायरे के अंदर तक घुसकर अध्ययन करते हुए आगे बढ़ते हैं. ഇതിലെ കഥാപാത്രങ്ങൾ, അതായത് ചിത്ര മുദ്ഗലിൻ്റെ കഥയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ നിമ്നവർഗ്ഗക്കെ ഹോത്തേ ഹേ, താഴേക്കിടയിലുള്ള ദളിതരായിട്ടുള്ള
പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, നിമ്നവർഗത്തിൽപ്പെട്ട ആളുകൾ. അവർ ഉनकी ജിന്ദഗി के समूचे दायरे के अंदर तक घुसकर അവരുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക പൂർണ്ണമായ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് അതിനെ പഠിച്ചിട്ടാണ് അവർ ആ രചനയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിമ്നവർഗത്തിൽപ്പെട്ട, താഴേക്കിടയിൽപ്പെട്ട, ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന്, അവരുടെ അധികാരപരിധിയിലേക്ക്, ആ സർക്കിളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പഠിക്കുകയും അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. ഇൻകി രചനാവോമേ ദളിത് ശോഷിത് സംവർഗ് കോ വിശേഷത്താൻ മിലാഹേ. ചിത്ര മുദ്ഗലിൻ്റെ രചനകളിലെ ദളിതരായിട്ടുള്ള ആളുകൾ, ശോഷിത് എന്ന് പറഞ്ഞാൽ ചൂഷണം നേരിടുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ വളരെയധികം പ്രത്യേകിച്ച് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതിലെ രചനകളിലെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നത് ദളിതരായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ചൂഷണം ചെയ്യപ്പെടുന്ന ആ ഒരു വിഭാഗത്തിനാണ് സ്ഥാനം കൊടുത്തിരുന്നത്. ഇനി അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ, പ്രമുഖ കൃതിയാണ്. ചിത്ര മുദ്ഗൽ കെ अब तक तेरे कहानी संग्रह, 3 उपन्यास, 3 बाल उपन्यास, 4 बाल कथा संग्रह, 5 संपादित पुस्तकें प्रकाशित हो चुकी है. ചിത്ര മുദ്ഗൽ ഇപ്പോൾ ഈ ഒരു പ്രായം വരെ ഒരു 13 തേരെ കഹാനി സംഗ്രഹം, ഒരു 13 കഥാസമാഹാരങ്ങൾ, 3 നോവലുകൾ, 3 ബാല നോവലുകൾ, 4 ബാലകഥാ സമാഹാരങ്ങൾ, അതുപോലെ 5 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ്, അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഉപന്യാസ് ആവാം 8 ഭാഷാओं में अनुदित तथा देश के 6 प्रतिष्ठित सम्मानों से अलंकृत है. ഇനി ചിത്ര മുദ്ഗലിൻ്റെ നോവലായിട്ടുള്ള ആവാം എന്ന് പറയുന്ന നോവല്, അത് 8 ഭാഷാവുമേ 8 ഭാഷകളിലേക്ക് അത് അനൂദിത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, ട്രാൻസ്ലേറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് ആവാം എന്ന് പറയുന്നത്. അത് 8 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു രചനയാണ്. തഥാ ദേശ് കെ 6 പ്രതിഷ്ഠിത സമ്മാനം സെ അലങ്കൃത ഹേ. ഈ ആവാം എന്ന് പറയുന്ന ഈ നോവലിന് 6 പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ടെന്നാണ്. 6 പുരസ്കാരങ്ങൾ നേടാനായിട്ട് സാധിച്ചിട്ടുള്ളൊരു നോവലാണ് ആവാം എന്ന് പറയുന്നത്. ചിത്രാജിക്ക് പ്രമുഖ കൃതിയാം ഇസ് പ്രകാർ ഹേ. ഇനി ചിത്ര മുദ്ഗലിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ താഴെ പറയുന്നവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപന്യാസ് ഏക് ജമീൻ അപ്പനി ആവാം ഗിലിഗഡു. ഉപന്യാസം എന്ന് പറഞ്ഞാൽ നോവലാണ്. അപ്പം നേരത്തെ ഒരു നോവലിൻ്റെ പേര് പറഞ്ഞു, ആവാം എന്ന് പറഞ്ഞു. അതിനെ 8 ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട, തർജ്ജമ ചെയ്യപ്പെട്ട ഒരു രചനയാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിൽ നിന്ന് തന്നെ അതിന് 6 പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. കഹാനി സംഗ്രഹം, ബൂക്ക്. കഹാനി സംഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാസമാഹാരങ്ങളാണ്. ബൂക്ക്, ജഹർ ടഹരാ ഹുവ, ലാക്ഷാഗ്രഹ്, അപ്നി വാപ്പസി, ഇസ് ഹമാമേം, 11 ലംബി കഹാനിയാ, ജിനാവർ, ലപ്പട്ടെ, ജഗദംബ ബാബു ഗാവ് ആ രഹേ ഹേ, മാമല ആകെ ബഡേഗാ ഭി, കേഞ്ചുൽ, ആദി അനാദി. ഇതെല്ലാം അവരുടെ കഥാസമാഹാരങ്ങളാണ്. നമുക്കത് കാണാതെ പഠിക്കാനുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് 4 കഹാനിയം കാ നാം ലിഖി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള ഒരു 4 എണ്ണം വേണമെങ്കിൽ പറയാം. ജിനാവർന്നോ, ലപ്പട്ടേന്നോ, അപ്നി വാപ്പസിന്നോ, അങ്ങനെ ഏതെങ്കിലും 4 കഥാസമാഹാരത്തിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ മാത്രം നമുക്കത് വേണ്ടോ. ഇനി ലഘു കഥാസങ്കലൻ, ലഘു കല എന്നല്ല, ലഘു കഥാസങ്കലനാണ്, ചെറുകഥാ സമാഹാരമാണ്. ബയാൻ എന്ന പേരിലാണ് അത് സമാഹാരം. കഥാത്മക റിപ്പോർട്ടാജാണത്. അടുത്തത് തഹ്ഖാനോമേ ബന്ദ്. റിപ്പോർട്ടാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടാണ്. അത് കലാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ സാഹിത്യപരമായ രീതിയിൽ എഴുതുമ്പോഴാണ് അതിനെ റിപ്പോർട്ടാജ് എന്ന് പറയുന്നത്. അത് തഹ്ഖാനോമേ ബന്ദ് എന്ന പേരിലുള്ള ഒരു റിപ്പോർട്ടാജ് ഉണ്ട്. അടുത്തത് ലേഖാണ്. ലേഖ എന്ന് പറഞ്ഞാൽ ലേഖ അതിലെ ലേഖനമാണ്. ബയാർ ഉൻകി മുഠിമേ എന്നു പേരുള്ള ഒരു ലേഖനം. ബാൽ ഉപന്യാസ്, അതായത് ബാല നോവൽ, ജീവക്, മാധവി കണ്ണകി, മണിമേഘ്. ഇത് 3 എണ്ണമാണ്. നെക്സ്റ്റ് നവസാക്ഷരം കേരിയെ, നവസാക്ഷരർക്ക് വേണ്ടിയിട്ട് ചെങ്കൽ എന്നു പേരുള്ള ഒരു രചനയും ചെയ്തിട്ടുണ്ട്. ബാലകഥാ സംഗ്രഹ്, ബാലകഥാ സമാഹാരങ്ങളുണ്ട്. ബാലകഥാ സമാഹാരങ്ങളിലെ
ദൂർ കെ ഢോൽ സൂച് പൂച്ച് ദേശ് ദേശ് കി ലോകതായി. ഇത് ബാലകഥാ സമാഹാരങ്ങളാണ്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. നാട്യ രൂപാന്തർ, നാടകം രൂപാന്തരം ചെയ്തിട്ടുണ്ട്. പഞ്ചപരമേശ്വർ തഥാ അന്യനാടക്, സദ്ഗതി തഥാ അന്യനാടക്, ബൂഡി കാക്കി തഥാ അന്യനാടക്. അപ്പോൾ കഥയെ നാടകമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നാട്യരൂപാന്തർ. പഞ്ചപരമേശ്വരമൊക്കെ നമ്മുടെ പ്രേംചന്ദിൻ്റെ രചനയാണ്, അത് നാടകത്തിൽ മാറ്റിയിട്ടുണ്ട്. അതുപോലെ സദ്ഗതി, അതുപോലെ ബൂഡി കാക്കി, ഇതെല്ലാം കഥകൾ നമ്മൾ നാടകമാക്കിയിട്ട് ചിത്രമുക്കിൽ മാറ്റിയിട്ടുണ്ട്, നാട്യരൂപാന്തരമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അവർക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ, സമ്മാനങ്ങൾ നോക്കാം. सम्मान और पुरस्कार. चित्रा मुद्गल को उनके उपन्यास आवाम के लिए 2003 में व्यास सम्मान दिया गया था. നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രചനയാണ്, നോവലാണ് ആവ എന്ന് പറയുന്നത്. അതിനെ 8 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. 6 പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള രചനയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ പുരസ്കാരം 2003 വ്യാസ സമ്മാൻ എന്ന പേരുള്ള ഒരു പുരസ്കാരം ഈ നോവലിന് കിട്ടിയിട്ടുണ്ട്. വേ 13വാം വ്യാസ സമ്മാൻ പാനെ വാലി ദേശ് കി പ്രഥം ലേഖിക ഹെ. വ്യാസ സമ്മാൻ എന്ന് പറയുന്ന ഈ പുരസ്കാരം നേടുന്ന 13ാമത്തെ നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ലേഖിയാണ്. 13ാമത്തെ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ലേഖിക, അതായത് എഴുത്തുകാരി എന്ന നിലയിൽ ഏറ്റവും ആദ്യത്തെ പുരസ്കാരമാണത്. അപ്പോൾ 13ാമത്തെ വ്യാസമ്മാനമാണ്. അത് നേടുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ആദ്യത്തെ ലേഖി കൂടിയാണ് ചിത്ര മുഗൽ. इसके अतिरिक्त उपन्यास आवाम के लिए चित्रा जी को इंग्लैंड का इंदु शर्मा कथा सम्मान और दिल्ली अकादमी के हिंदी साहित्यकार सम्मान पुरस्कार सहित अनेक सम्मान भी प्राप्त हुए हैं. इन्हें इसके अतिरिक्त അപ്പോൾ വ്യാസ സമ്മാനം കൂടാതെ അതിന് പുറമേ ഈ നോവലിനെ ചിത്ര ജിക്കോ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഇന്ദു ശർമ്മ കഥാ സമ്മാൻ പുരസ്കാരം ആ നോവലിന് ചിത്രാജിക്ക് കിട്ടിയിട്ടുണ്ട്. ദില്ലി അക്കാദമിയിൽ നിന്ന് ഹിന്ദി സാഹിത്യകാർ സമ്മാൻ പുരസ്കാർ എന്ന് പറയുന്ന ഒരു പുരസ്കാരവും അതോടൊപ്പം തന്നെ അനേക സമ്മാൻ ബി പ്രാപ്ത് ഹുയേ ഹേ. ഇതുകൂടാതെ ഒരുപാട് സമ്മാനങ്ങളും അവർ നേടിയിട്ടുണ്ട്. സംപ്രതി ദില്ലി മേ നിവാസിത് ഹോക്കർ വേ സതത് സാഹിത്യ സൃജൻ മേ ലിഖി ഹേ. ഇപ്പോൾ സംപ്രതി എന്ന് പറഞ്ഞാൽ നൗ എന്നുള്ള അർത്ഥം. ഇപ്പോൾ ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് സതത് സാഹിത്യ സൃജൻ മുഴുവൻ സമയം സാഹിത്യരചനയിൽ മുഴുകിയിരിക്കുകയാണ്. സതത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നിരന്തരമായിട്ട് അല്ലെങ്കിൽ മുഴുവൻ സമയം സാഹിത്യരചനയിൽ അവർ മുഴുകിയിരിക്കുകയാണ്. ചിത്ര മുദ്ഗൽ को उदयराज सिंह स्मृति पुरस्कार से सन 2010 में सम्मानित किया गया था. ഇതുകൂടാതെ ചിത്ര മുദ്ഗലിനെ ഉദയരാജ് സിംഗ് സ്മൃതി പുരസ്കാർ എന്ന് പറയുന്നൊരു പുരസ്കാരം നേടിയിട്ടുണ്ട്. 2010 ആ ഒരു പുരസ്കാരം കൊടുത്ത് അവരെന്നെ ആദരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ചിത്ര മുദ്ഗൽ. ഏറ്റവും കൂടുതൽ പുരസ്കാരം കിട്ടിയിട്ടുള്ള രചന എന്ന് പറയുന്നത് ആവാം എന്ന് പറയുന്ന നോവലിനാണ്. ഉപന്യാസ് ആണ് ഏറ്റവും കൂടുതൽ അവാർഡ് അല്ലെങ്കിൽ പുരസ്കാരം കിട്ടിയ രചന. ഇപ്പോൾ ചിത്ര മുദ്ഗലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1944 നമ്മുടെ ചെന്നൈയിലാണ് ജനിച്ചത്. അത് കഴിഞ്ഞ് ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടി അങ്ങനെ അവർ എഴുതാനായിട്ട് തുടങ്ങി. ആവാം എന്ന് പറയുന്ന രചന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രചനയായിട്ട് മാറി 8 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും 6 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. ഇത് നമ്മൾ ഡോമിൻ കാക്കി എന്ന് പറയുന്നത് ഒരു ചെറുകഥയാണ്. അതായത് ഇവിടെ പറയുന്നുണ്ട് താഴ്ന്ന വർഗത്തിൽപ്പെട്ട ആളുകളുടെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അതാണ് അവരുടെ രചനകളുടെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി. 2010 അതായത് അവസാനം നമുക്ക് ഉദയരാജ് സിംഗ് സ്മൃതി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അവർ ഡൽഹിയിൽ താമസിച്ചപ്പോൾ സ്ഥിരമായിട്ട് എഴുത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു സാഹിത്യകാരി കൂടി ആണ്.
ഇനി ഡോമിൻ കാക്കി എന്ന് പറയുന്നത് നമ്മളെ ഒരു ഡോം എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിയെക്കുറിച്ചാണ് പറയുന്നത്. ഡോം എന്ന് പറയുന്ന താഴ്ന്ന ജാതി. ഇപ്പോൾ ഡോമിൻ കാക്കി എന്ന് പറയുന്ന ആ രചനയിൽ ഇവിടെ നമ്മുടെ ഭാരതത്തിൽ, അതായത് സാമൂഹികമായിട്ട് പറയുകയാണെങ്കിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നൊരു കാലഘട്ടം, അതായത് തൊടാൻ പാടില്ല എന്നുള്ളൊക്കെ ഒരു അങ്ങനെയുള്ള വർണ്ണവ്യവസ്ഥയൊക്കെയുള്ളൊരു കാലഘട്ടമാണ്. ജാതി വ്യവസ്ഥയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് അവർ എഴുതിയ കഥയാണ് നമ്മുടെ ഡോമിൻ കാക്കി എന്ന് പറയുന്നത്. ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് പാഠത്തെക്കുറിച്ച് പരിചയപ്പെടാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ജാതി ഭാരതീയ സമാജ് കി കേന്ദ്രീയ സച്ചായി എന്ന് പറയുന്നുണ്ട്. ജാതി എന്ന് പറയുന്നത് നമ്മുടെ ഭാരത സമൂഹത്തിൻ്റെ, ഇന്ത്യൻ സൊസൈറ്റിയുടെ തന്നെ കേന്ദ്ര സത്യമായിട്ട് പറയുന്ന ഇവിടെ ജാതിയെക്കുറിച്ചാണ്. ഭാരതീയ സമാജ് ജാതിക്ക് ആധാർ പർ ഹി സോച്ച്താർ ചെയ്താ ഹെ. നമ്മുടെ ഭാരതീയ സമൂഹം എന്ന് പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ് ഭാരതത്തിലുണ്ടായിരുന്നത്. ജാതി തഥാ ജാതിഗത് ഊഞ്ച് നീച്ച് മാന ജൈസെ യഹാം ഏക്ക് മഹത്വപൂർണ്ണ സംസ്കാർ ഹെ. ജാതി അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ അതിനെ അംഗീകരിക്കുക, അതിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ളൊരു സംസ്കാരമായിട്ടാണ് അന്ന് കണക്കാക്കിയത്. ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലം, അതായത് ഉയർന്നവർ താഴ്ന്നവർ എന്നുള്ള ആ വ്യത്യാസം ഉണ്ടായിരുന്ന ആ കാലഘട്ടം. ഊഞ്ചേസെ ഊഞ്ച തക് തഥാ നീജസെ നീജ സമച്ച ജാനെ വാല ബി ജാതി സെ ചിപ്കാ ഹെ. അതായത് ഉയർന്നവരെപ്പോഴും ഉയർന്നവരും താഴ്ന്നവരെപ്പോഴും താഴ്ന്നവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകൾ, ഒരു ജാതിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അതായത് ഉയർന്നവരെപ്പോഴും ഉയർന്നവരെ മാത്രം അംഗീകരിക്കുന്നു, താഴ്ന്നവരെ മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോയിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഇതിലെ ഡോമിൻ കാക്കിയിൽ പറയുന്നത്. ये एक ऐसी व्यवस्था है जहाँ व्यक्ति एक जाति में जन्म लेता है और उसी में मर भी जाता है. ഇവിടെ ഇങ്ങനത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഏത് വ്യക്തിയാണ് ഏത് ജാതിയിലാണ് ജനിക്കുന്നത് അവരെ ആ ജാതിയിൽ തന്നെ മരിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതാവുന്നു, നശിച്ചു പോകുന്നു എന്ന് പറയുന്നത്. ജാതി ഉസ്കി പീച്ച കബി നഹി ചോർത്തി. അതായത് ജാതിയെ വിട്ടവർക്കൊന്നുമില്ല എന്നാണ് പറയുന്നത്. വ സദൈവ ഉസ്സെ ജുടി ജാതി ഹി. അവരെല്ലായ്പ്പോഴും ജാതിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഏത് ജാതിയിൽ ജനിക്കുന്നു, ഏത് വ്യക്തി ഏത് ജാതിയിൽ ജനിക്കുന്നു ആ ജാതിയിൽ തന്നെ മരിക്കുന്നു. അപ്പോൾ അതിനെ ഉപേക്ഷിക്കാനായിട്ട് ആർക്കും പറ്റില്ല എന്ന് പറയുന്നത്. വ സദൈവ ഉസ്സെ ജുടി രഹത്തി ഹെ ജാതി കോ മാനേ കാ ഏക് സാമാന്യ സ സംസ്കാർ ഹെ. ജാതിയെ അംഗീകരിക്കാനായിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് സാമാന്യമായിട്ടുള്ളൊരു സംസ്കാരം തന്നെയുണ്ട്. ഈ അച്യുതപ്പൻ ക വ്യവഹാർ, അതാണ് തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന, അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴ്ന്ന ജാതി അല്ലെങ്കിൽ ഉയർന്ന ജാതി എന്ന് പറയുന്ന വ്യത്യാസം, അതായത് എത്ര കഠിനാധ്വാനം ചെയ്താലും താഴ്ന്ന ജാതിക്കാർക്ക് കൂലി കുറച്ച് കൊടുക്കുന്ന അവസ്ഥ, താഴ്ന്നവരെപ്പോഴും താഴ്ന്നവരായിട്ട് കിടക്കുന്നൊരവസ്ഥ, ഉയർന്നവർക്കാണെങ്കിൽ നല്ല കൂലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അങ്ങനെ ഒരു വ്യത്യാസം നിലനിന്നിരുന്നൊരു കാലം. मेहनत कश का परिश्रम धार्मिक तथा सामाजिक रीति रिवाज के नाम पर हड़पने की ये साजिश सदियों से इस देश में चली आ रही है. അപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ അവരെ മതപരമായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള സമ്പ്രദായങ്ങളുടെ പേരിൽ അവർ നൂറ്റാണ്ടുകളായിട്ട് വളരെയധികം കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് പറയുന്നത്. जिस तरह एक पीढ़ी अपने ज्ञान होनर व कलाकारी को अपनी अगली पीढ़ी को सिक्का समझा देती है, वैसे ही जातिगत भेदभाव तथा शोषण को लोग पीढ़ी दर पीढ़ी अपने बच्चों को सिखाते चले जाते हैं. ഇപ്പോൾ ഏത് തരത്തിലാണോ ഓരോ തലമുറയും അവരുടെ അറിവ്, അവരുടെ ആദരവ്, അതുപോലെ കലാകാരിയാണെങ്കിൽ അത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തിരുന്നത്, അതുപോലെ തന്നെ ഈ ജാതിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ചൂഷണം, അതും അങ്ങനെയുള്ള ആളുകൾ, അതായത് ഓരോ തലമുറ കഴിയുമ്പോൾ അടുത്ത തലമുറയിലേക്ക് അവർ കുട്ടികളെയൊക്കെ അത് തന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നത്. ഇസി കാരൺ ജാതിവാദ ജീവിത ഹേ. അതുകൊണ്ട് ഈ കാരണം കൊണ്ട് ജാതിവാദം ആണ് അവിടെ നിലനിന്ന് പോയിരുന്നത്. ബച്ച യദി പരിവാർ സേ ഗുൺ സീഖ്താ ഹേ തോ ആ ഗുൺ ബി സീഖ്താ ഹേ. ഇത് കുടുംബത്തിൽ നിന്നാണ് കുട്ടികൾ അറിവ് നേടുന്നത് അല്ലെങ്കിൽ നല്ലത് പഠിക്കുന്നത്
അതോടൊപ്പം തന്നെ ചീത്ത ഗുണങ്ങളും അവർ പഠിക്കുന്നത് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. और यदि कोई बात या रिवाज बहुत बड़ी धार्मिक परंपरा के तौर पर सिखाई समझाई जाए तो वह एक बहुत बड़ी सच्चाई के तौर पर उसके भीतर बढ़ जाती है. यदि कोई बात या रिवाज ഇപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളോ ഏതെങ്കിലും രീതികളോ സമ്പ്രദായങ്ങളോ വളരെ മതപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ ആ രീതിയിൽ നമ്മൾ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് एक बहुत बड़ी सच्चाई के तौर पर അത് വളരെ വലിയൊരു രീതിയിലേക്ക് അവരുടെ ഉള്ളിലേക്ക് അത് ആ ഒരു അവസ്ഥയെ ആ സത്യസന്ധതയെ അല്ലെങ്കിൽ ആ സത്യത്തെ അവരുടെ ഉള്ളിലേക്ക് ഇറക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് കാര്യമാണോ ഏത് വിശ്വാസമാണോ അല്ലെങ്കിൽ ഏത് മതപരമായിട്ടുള്ള പാരമ്പര്യമാണോ ആ ഒരു രീതിയിലാണ് നമ്മളവരെ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കുന്നത് വെച്ചാൽ അത് തന്നെ അവരുടെ ഉള്ളിലേക്ക് അത് സത്യം എന്നതുപോലെ എന്താണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതാണ് ആ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുക അങ്ങനെയുള്ള. അപ്പോൾ ജാതിവാദം എന്ന് പറയുന്നത് നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് ഡോമിൻ കാക്കി എന്ന് പറയുന്ന ഈ രചന ചിത്ര മുദ്ഗൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഡോമിൻ കാക്കി എന്ന് പറയുന്ന ഈ ചെറുകഥ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.